മതനിഷേധം പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപൃതരാകുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു നല്ല ലക്ഷ്യമില്ല. കാരണം ഇതൊരു നല്ല ലക്ഷ്യമുണ്ട് എന്ന് ഇതുവരെ പരിശോധിച്ച് നമുക്ക് മനസ്സിലായിട്ട്, നമ്മൾ എന്തെങ്കിലും നന്മയോ മനുഷ്യത്വമോ അവിടെയൊക്കെ മനസ്സിൽ ഇല്ല എന്ന് പൂർണ്ണമായി എനിക്ക് ബോധ്യപ്പെട്ടൊരു സമയമാണ് UAE-യിലെ 4 കുട്ടികൾ മരണപ്പെട്ട സമയത്ത് അതുമായി വന്ന പോസ്റ്റുകൾക്കടിയിൽ ഈ മതനിഷേധികൾ ആളുകൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ശാന്തമായി നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞത്, ആ മരണപ്പെട്ട ആള് കുട്ടികളെ മറവ് ചെയ്യുന്ന പള്ളിയുടെ അടുക്കൽ വന്നിട്ട് ആ വീൽ ചെയറിൽ ഇരുന്നിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആ അടയാളങ്ങളോട് കൂടെ അയാൾ ഇരുന്നിട്ട് ഈ കുട്ടികളെ മറവ് ചെയ്യണം ഇങ്ങനെ കാണുക. ആ ആളുകളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ആളുകളിട്ട പോസ്റ്റിന് താഴെ വന്നിട്ട് അവർ സമാധാനം അടയുന്നത് ദൈവം പടച്ചുണ്ടല്ലോ, മരിച്ച കുട്ടികൾ സ്വർഗത്തിലെത്തും, ആ കുട്ടികളെ നമ്മൾ ഒന്നിച്ച് സ്വർഗത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്ന പോസ്റ്റിന് താഴെ വന്നിട്ട് അവർ സമാധാനം കണ്ടെത്തുന്ന ആ ദൈവത്തെ ചോദ്യം ചെയ്യുകയും, അങ്ങനെ ഒരു ദൈവമൊന്നുമില്ല, അങ്ങനെ ഒരു ദൈവം കാരുണ്യമുള്ള ദൈവം ഉണ്ടെങ്കിൽ കുട്ടികൾ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്ത് മനുഷ്യത്വമാണുള്ള സുഹൃത്തുക്കൾ. അല്പം മിണ്ടാതിരിക്കാം. ഒരു വ്യക്തിക്ക് ദൈവം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ പടച്ചോണ്ട് പരലോകൊണ്ട് വിചാരിച്ച് അയാൾ സമാധാനിച്ചിരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ വിചാരിച്ചൂടെ? ഇനിയിപ്പോൾ അതൊരു അന്ധവിശ്വാസം ആയിക്കോട്ടെ, അയാൾക്ക് സമാധാനം കിട്ടുകയാണെങ്കിൽ അത് അയാൾ വിശ്വസിച്ചോട്ടെ എന്ന് വിചാരിക്കാനുള്ള ഒരു മനുഷ്യത്വം അല്ലേ? തൽക്കാലം ഈ കുട്ടികൾ മരിച്ചതിൻ്റെ ദുഃഖത്തിലിരിക്കുമ്പോൾ ഈ വിശ്വാസികളായ ആളുകൾ പറഞ്ഞു കൊടുക്കണം, വല്ല ആയത്തോ ഹദീസും കേട്ട് അയാൾക്ക് വല്ല സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഒന്ന് മിണ്ടാതിരിക്കാൻ, ഒന്ന് മൗനം ദീക്ഷിക്കാൻ. അതിൻ്റെ അടിയിൽ വന്ന് ഇത്രയും വൃത്തികെട്ട കമൻറ്റുകൾ എഴുതാൻ പറ്റുന്നവർക്ക് എന്തെങ്കിലും മനുഷ്യത്വം ഉണ്ടായിട്ടോ നന്മ ആഗ്രഹിച്ചിട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സിനുള്ളിൽ ഒരു മനുഷ്യത്വമോ നന്മയോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം സത്യത്തിൽ എന്തെങ്കിലും ഒരു സതുദ്ദേശം ഇത്തരം പ്രബോധനങ്ങൾക്ക് പിന്നിൽ ഇല്ല എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്.